ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഓക്കെ, നമ്മളിന്ന് സ്കാരി ടീച്ചർ ഗെയിമാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആ ടീച്ചർ ഒരു ദുഷ്ടത്തി ടീച്ചറാണ്. ഗൈസ്, ഓക്കെ, എല്ലാ പിള്ളേരിനെയൊക്കെ തല്ലിക്കും, എന്താ പറയുക, നല്ല സ്കാരി ആയിട്ട് എന്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ആ ടീച്ചർ ഭയങ്കര മോശമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ പറയണത് സ്റ്റോറിയിൽ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ടീച്ചർ ഇവിടെ കഞ്ഞി കുടിക്കുകയാണ്. ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, ആ ടീച്ചറിനെ കഞ്ഞി കൂടി മുട്ടിക്കുക, അത്രേ ഉള്ളൂ. ഗൈസ്, ഓക്കെ, അപ്പോൾ എന്താ കഞ്ഞിയാണോ സൂപ്പാണോ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ടീച്ചർ ഇങ്ങനെ പിള്ളേരിനെയൊക്കെ തല്ലിക്കൊല്ലല്ല, ഈ ചീത്ത പറയുക. ഗൈസ്, ഓക്കെ, ചീത്ത പറയുക, പിന്നെ ഒരു ദുഷ്ടയായുള്ള ടീച്ചറാണെന്നാണ് ഈ ഒരു ഗെയിം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. എനിക്കറിയില്ല. ഗൈസ്, ഓക്കെ, നമ്മളിത് എന്താണ് നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു എനർജി ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇതിവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ നമുക്ക് വല്ല ഹിന്ദി നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിലാക്കാം. നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് കളിയിൽ നമ്മൾ ജയിച്ചു, അപ്പോൾ നമുക്കൊരു 50 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 50 പോയിൻറ്റിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാം. ഗൈസ്, ഓക്കെ, 75 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങാം. ഇതാണ് ടീച്ചറിൻ്റെ കഞ്ഞി. അപ്പോൾ ഇതിൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളു പറഞ്ഞിട്ട് നിങ്ങൾ പോകണ്ട. ഗൈസ്, ഓക്കെ, നമ്മൾ ഇത് മാത്രമല്ല, ടീച്ചറിനെ കഞ്ഞി കൂടിയല്ല, നമ്മളിന്ന് ടീച്ചറിനെ എല്ലാം മുടക്കാൻ പോവാണ്. ഗൈസ്, ഓക്കെ, ടീച്ചറിനൊന്നും വിളിക്കാൻ ആവശ്യമില്ല, എന്നാലും ഇതിൽ ടീച്ചറിനല്ലേ ഇട്ടിക്കുന്നത്, അതുകൊണ്ടാണ് ടീച്ചറിനൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏണിയൊക്കെ കയറി പോവുക, എന്തായാലും ഡ്രോപ്പ് ദ പ്ലേസ്, അങ്ങനെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നത് നമുക്കറിയാം. നമ്മളെന്തായാലും ടീച്ചറിനെ സൂപ്പോടോ കഞ്ഞിയൊന്നും അറിയില്ല. അപ്പം നമ്മളതിൽ ഉപ്പൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. അതാ ടീച്ചർമാർ അങ്ങനെ ഇളക്കിക്കോ, നന്നായി ഇളക്കിക്കോ, കുടിക്കേ നോക്കട്ടെ. ടീച്ചർ കുടിച്ചിട്ട് ഛർദിക്കാൻ മുട്ടുന്നുണ്ടോ ടീച്ചർ? അത് തിന്നതൊക്കെ അങ്ങനെ ഛർദിച്ചല്ലേ. അയ്യേ, രസമില്ല. ഓക്കെ, നമുക്കിത് 50 പോയിൻറ്റ് 1 സ്റ്റാർ എന്നാണ് കളക്ട് ചെയ്ത്. നമുക്ക് ലെവൽ 2 ആണ്. നമുക്കിപ്പോൾ 100 ടോക്കൺ കിട്ടീന്. ഇനി ഓക്കെ TV ഫേവറേറ്റ് ഹൊറർ ഷോ. ഓക്കെ, ഒരു ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഹൊറർ ഷോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് TV-യിൽ, കണ്ട. അപ്പോൾ ഇതിനെ നമ്മൾ കേട് വരുത്തണം. അപ്പോൾ നമ്മൾ ഈ TV-നെ കേട് വരുത്തണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഈ ടീച്ചറെ നമുക്ക് ലോഫിങ് ഗ്യാസ് കൊടുക്കാം, അങ്ങനെ ടീച്ചർ ചിരിക്കട്ടെ. അല്ലെങ്കിൽ മോന്തി അപ്പോഴും കുത്തിപ്പിടിച്ച് ടീച്ചറാണ്, നമുക്ക് ലോഫിങ് ഇത് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ഇതിൽ എന്തോ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ബ്രേക്ക് ദ TV. ഓക്കെ, അതേ ആ ടീച്ചർക്ക് നമ്മൾ എന്തോ സൊല്യൂഷനെ കൊടുത്തു. അപ്പോൾ ടീച്ചർ അത് മണത്തിട്ട് ടുക്കു പറ്റി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം പോയി 1 സ്റ്റാറും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റാറൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കുന്നൊന്നും അറിയില്ല. ഗൈസ്, ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അടിയിൽ ചിലപ്പോൾ സൗണ്ട് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ റിവീൽ ഹിന്ദി നമുക്ക് എന്തായാലും ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ, എന്താവുന്നൊന്നും അറിയില്ല. പ്രസ് ദ ബട്ടൺ ചെയ്ത കറക്റ്റ്. ഓക്കെ, ഇതൊക്കെ എന്താ ഗൈസ്, വാച്ച് ആടുന്നൊക്കെ വരുന്നുണ്ട്. നമ്മളിതൊക്കെ യു ക്യാൻ യൂസ് ഹിൻസ് ടു പെർഫോം നെക്സ്റ്റ്. ഇത് ഞമ്മക്കും അറിയാടേ. നെക്സ്റ്റ് ക്രോബാർ എടുത്ത് പൊട്ടിക്കണം എന്നാണ് പറയണത്. ക്രോബാർ. ഓക്കെ, നമ്മൾ ഗ്രാൻഡ് ടൂലൊക്കെ ഇതിൽ ക്രോബാറിന്. അപ്പം എന്തായാലും ക്രോബാർ നമുക്ക് ഇതിന് നമ്മൾ ആ TV-ൻ്റെ അടുത്ത് TV എവിടെയെന്ന് നമുക്കറിയാം കേട്ടോ. അപ്പം നമ്മൾ TV-ൻ്റെ അടുത്ത് പോയിട്ട് ക്രോബാർ നമുക്ക് 75 ഉറുപ്പിക എടുത്ത് വാങ്ങാം, അതാണ് നല്ല. അല്ലാണ്ട് ക്രോബാറൊക്കെ തരികയെന്ന് നോക്കി കാര്യമില്ല. ഗൈസ്, ഓക്കെ, ഇതാണ് ടീച്ചർ ജിമ്മൊക്കെ എടുത്തിട്ടാണ് ഇത്ര തടി തോന്നുന്നു. ടീച്ചറമ്മയെ കണ്ടില്ല കേട്ടോ. നമുക്ക് ഇതെന്തത്? ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ചിലതിൽ പരസ്യം കാണാണ്ട്, അതിൽ പരസ്യം കാണാണ്ട് തന്നെ ക്രോബാർ കിട്ടിയിട്ടാ. അത് ഭയങ്കര സംഭവം. ഇവിടെ എവിടെയോ അതാ TV റൂം, TV റൂമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എന്നാൽ ലൈക്ക് ചെയ്യാനാണ് വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ TV അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. റൺ ബിഫോർ ദ ടീച്ചർ ക്യാച്ച്. ഞങ്ങളൊക്കെ ഓടും ഗീസ്, നമ്മളിങ്ങനെ കോഡ് കഴിഞ്ഞിട്ടാ. ഓക്കെ, നമ്മളൊക്കെ വേഗം എന്തോ ടീച്ചർ കെണിയൊക്കെ ഇട്ട് പോയിരിക്കുന്നു ധ്യാനീനെ പോലെ. ടീച്ചർ സീനാണല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം ആ ഒരു ഏണീൻ്റെ മേലെ കയറി നിൽക്കാം. എന്തായാലും ടീച്ചർ കേണി കയറാനൊന്നും ആവില്ല, കാരണം ജിമ്മിൽ പോയിട്ട് നല്ല തടി വെച്ചിരിക്കണം ടീച്ചർ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നിൽക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ടായിട്ട് മാജിക് ട്രിക്സും പിന്നെ വീഡിയോസായിട്ട് ഗെയിം പ്ലേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ടാർഗറ്റ് ഒന്നും പറയണം, ടാർഗറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസൊക്കെ സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം നിങ്ങളുടെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് എന്ന് ഞാൻ പറയണത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ടീച്ചർ TV കണ്ടു എൻ്റെ അമ്മോനെ തള്ളച്ച് എന്തൊരു ഓട്ടമാണ്, തള്ളച്ച് സീനാണ്. ഇത്ര നേരം ഉച്ച പോലെ കഴിഞ്ഞിട്ട് പോയി എന്തൊരു ഓട്ടമല്ലേ ഗൈസ്. എൻ്റെ മോനെ സീന് തള്ളച്ചാണല്ലോ. അതാ തള്ളച്ച് പിന്നെയും മോളിൽ കയറി വരാനാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താ എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, അത് എടുക്കണോ വേണ്ടതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെയും എന്താ സ്പീഡിലേ നമ്മളെ പിടിക്കാൻ വേണ്ടിയാണേ, നമ്മളെ പിടിച്ച് തന്നെ പിടിച്ച് പോക്കും ഗൈസ്. ഈ തള്ള ടീച്ചർ കളവി ടീച്ചറാണ് ഗൈസ്. ഇത് നമുക്ക് ഭയങ്കര സീന് ടീച്ചറാണ്. ഇതെന്താ ഇന്ന് ഹിന്ദി ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്താണെന്നൊന്നും അറിയില്ല. ടീച്ചർ മുകളിൽ പോയിട്ട് നമ്മുടെ അവിടെ എത്തി. ഇനി വലിയ താഴേക്ക് വരികയെ. എന്താ ടീച്ചർ മോളിക്ക് പോവാ താഴേക്ക് വരിക, അതന്നെ പണി തോന്നുന്നു. നമുക്ക് വേഗം ഷെഡിൽ കയറുക.
ഇവിടെ എന്ത് കണി ഇട്ട് വെച്ചിരിക്കുന്നു. എന്താ നമുക്ക് കട്ടിംപ്ലെയർ കിട്ടിയിട്ടോ. അത് കട്ടിംപ്ലെയർ അല്ലേ? ആണ് കട്ടിംപ്ലെയർ കിട്ടി. കട്ടിംപ്ലെയർ വെച്ചിട്ട് നമുക്ക് ടി വിനെ അല്ല നമ്മൾ ടി വി ബ്രേക്ക് ചെയ്തില്ലേ? ബ്രേക്ക് ചെയ്തേ. ടീച്ചർ ടി വി കണ്ടാൽ മതി. ടീച്ചർ നമ്മളെ എണീൻ്റെ അവിടെ വന്ന് നിൽക്കണം. നമ്മൾ ഭാഗ്യം ഇങ്ങോട്ട് വന്നത് ഇല്ലെങ്കിൽ പെട്ടെന്നെ ടീച്ചർ പോണ് ഗൈസ്. സ്കോപ്പൊന്നുമില്ല. ടീച്ചർ നല്ല ടീച്ചറാണ്. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ഉണ്ട് ഗൈസ്. ഓക്കെ, കുറച്ച് ലെങ്ത്തൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ ടി വി ബ്രേക്ക് ചെയ്യലും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇനി നമ്മൾ ഇനി 2 സംഭവം കൂടി നമ്മൾ ടീച്ചറിനെ തീർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു പണിയും കിട്ടി. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടാ. അപ്പോൾ എന്നാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാണണമെന്ന് ഞാൻ പറയില്ല, ശ്രമിക്കുക. ഓക്കെ, നമുക്കിവിടെ ഗ്യാസോലിൻ ഉണ്ട്, എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് എനർജി ഡ്രിങ്ക് എടുത്താൽ എന്താ ഗുണം വെച്ചാൽ നല്ല ഗുണമൊക്കെ ഉണ്ടാവും. എന്താ ഗുണം എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അറിയണവരാണെങ്കിൽ താഴെ കമൻറ്റ് അടിച്ചു. ഓക്കെ, നമ്മൾ കുറേ പേര് നമ്മുടെ ഫ്രീ ഫയർ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ആവുന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേര് ബോട്ട് ന്യൂബ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബോട്ട് ന്യൂബ് എന്നല്ല, എൻ്റെ ഫോണ് കുറച്ച് ലാഗായിട്ടാണ് ഗൈസ്. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റോറേജ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളിക്കുന്നത്. ഞാൻ ഹീറോയ്ക്കൊക്കെ അടിച്ചതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എന്തായാലും ടീച്ചർ അമ്മ കരയുന്നല്ലോ. ടീച്ചറമ്മേ, ഞാൻ സോറി ടീച്ചറമ്മേ. ഇതൊക്കെ ടീച്ചറിൻ്റെ ഷോ പോയി ഗൈസ്. നമ്മളങ്ങനെ ഷോ മുടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ റേറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് 150.1 സ്റ്റാർ. റണ്ണിങ് മിസ് ടീച്ചർ മിസ് എന്തൊരു പാർട്ടിക്ക് പോണത്. ഓക്കെ, നമ്മളുടെ ടീച്ചറിൻ്റെ ഒരു നല്ല ഡ്രസ്സ് ഉണ്ട്. അത് പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണാൻ ഡ്രസ്സ് ഇതിൻ്റെ അവിടെയാണാവോ അറിയില്ല ഗൈസ്. ഓക്കെ, ഇനി എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് പോവാം ഗൈസ്. എന്താണ് ഫൈൻഡ് ദ ടൂൾ ടു കട്ട് ദ ഡ്രസ്സ്. ഓക്കെ, നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോൾ കത്രികന്നെ അയക്കില്ലേ? കത്രികന്നെ അയക്കും. സോസൊന്നും വയ്ക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കെന്നാലും ഇതെന്തൊരു അൺലിമിറ്റഡ് എന്താണെങ്കിൽ നമുക്ക് റിവ്യൂലിന് കൊടുത്തേക്കാം. നമ്മുടെ 2 യു ക്യാൻ കട്ട് ഹെർ. ഇത് നമുക്ക് അറിയാലോ. വെറുതെ നമ്മുടെ സ്റ്റാർ കൊണ്ട് കളഞ്ഞു നമ്മൾ. എന്താ നമ്മളിങ്ങനെയല്ലേ? എന്താ കൈസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നേരത്തെ കളിയിൽ ഇത് ഇവിടെ ഒന്നുമില്ലേ ഗാസിലീന്? ഇത് വെച്ചിട്ട് എന്താ തീ കത്തിക്കാൻ പറ്റില്ലേ? നമുക്ക് എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിച്ച് വിട്ടോളി. പിന്നെ നമുക്കിത് കട്ടിംപ്ലെയർ അല്ല, എന്തോ ഒരു മുറുക്കണ സാധനമാണ്. വലിയ മുറുക്കണല്ല കേട്ടോ, വേറെ എന്തോ ഒരു സാധനം. ടീച്ചർ ഇപ്പോൾ അടുക്കളയിലാണ്. ഇവിടെ സിസർ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സിൻ്റെ അവിടെ എത്തിയിട്ട് സിസർ വാങ്ങാം. ഇപ്പം തന്നെ വാങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സിസർ കിട്ടിയാൽ എന്ത് ചെയ്യും നമ്മൾ? അതുണ്ട്, സിസർ ഇവിടെ ഓടിക്കളിക്കുന്നത്. പക്ഷേ ഇതിന് ആഡ് വാച്ച് ചെയ്യണം. എനിക്കൊന്നും വയ്യ ആഡ് വാച്ച് ചെയ്യാൻ. അപ്പം എന്നാലും നമുക്ക് സിസർ വാങ്ങാൻ പൈസ ഉണ്ട് ഗൈസ്. ഇവിടെ കിച്ചണ്. ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്നല്ലേ പോയത്? അറിയില്ല കേട്ടോ. നമുക്കൊന്നും അറിയില്ല. നമ്മൾ വേഗം കിച്ചണൊക്കെ തുറക്കണോ വണ്ടിയോ നമ്മളെന്തായാലും തുറന്നുണ്ട്. ഇവിടെയാണ് ടീച്ചർ കണ്ട. ടീച്ചറും ബാക്കും ഫ്രണ്ടൊക്കെ എന്താണ് ടീച്ചർ കണ്ണാടി വെക്കുക. എൻ്റെ മോനെ ടീച്ചർ നല്ല ലുക്കുണ്ടല്ലോ ടീച്ചറെ. ടീച്ചർ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ എന്താ ടീച്ചർ. ഇതാണ് റൂം കേട്ടാ, മിസ് റൂം. ഇതിന് മിസ് എന്നൊക്കെ വിളിക്കുമോ? അളുമാറ തുറന്നു. ഇതാ ഡ്രസ്സ് നമ്മൾ കട്ട് ചെയ്യാൻ സിസർ വാങ്ങണം. ഓക്കെ, നമുക്ക് എന്തായാലും സിസർ വാങ്ങിയിട്ട് കട്ട് ചെയ്യുക ഗൈസ്. അതായിരിക്കും നല്ലത്. ഫൈൻഡ് ഡ്രസ് മിസ്റ്റ് ഗോയിങ് വിയർ. അതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, റൺ ബിഫോർ മിസ് ടീച്ച് ക്യാച്ച്. അതൊക്കെ നമുക്കറിയാം. നമുക്ക് എന്തായാലും വേഗം ടീച്ചർ പിടിക്കുമ്പോഴേക്ക് പോവാ. ഇതെന്താ ബാത്റൂമാണ്? അയ്യോ ഗായ്സ്, ടീച്ചറിൻ്റെ ബാത്റൂമാണ്. ടീച്ചർ ഇപ്പോൾ വരും. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ടീച്ചർ നമ്മളെ കൊല്ലുമോ ഒരു ബോധമില്ല. നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. ഇവിടെയൊക്കെ ടീച്ചർ കെണിയിട്ട് വെച്ചിരിക്കണം. ഈ കെണിയിൽ പെട്ടാൽ പിന്നെ എടുക്കാൻ പറ്റണമെന്നൊന്നും എനിക്കറിയില്ല. നമുക്കെന്തായാലും നോക്കട്ടാ. ഓക്കെ, നമുക്കറിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ടീച്ചറിനെ കാണാൻ ടീച്ചർ എന്താ ഗൈസ് കണ്ണാടിയിൽ നടക്കുക ഗൈസ്. ഇതാണ് നമ്മുടെ പണി. നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുകയാണ്. ടീച്ചർ കണ്ണാടി നടക്കുകയാണ്. ഇത് ബാത്റൂം ഏത് ബാത്റൂമാണെന്ന് നമുക്കറിയില്ല. ടീച്ചർ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കണേ. എത്ര നേരമാണ് ഗൈസ്? ഓക്കെ, നിങ്ങൾക്ക് ഈ ഗെയിമിലെ കാണാൻ മനസ്സിലാവും. എത്ര നേരമാണ് ആ തള്ളച്ചയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ? എന്തൊരു സ്റ്റാരി ടീച്ചറാണ്. കൊണ്ടാ കണ്ണാടിയിൽ നടക്കുക. എന്ത് വേറെ പണിയൊന്നുമില്ല ഇനി. കുറച്ച് നേരം നോക്കണോ കുഴപ്പമില്ല. അത് ഈ ഗെയിമിന് ലാഗ് ബഗ് അടിച്ചാണോ നമുക്കറിയില്ല. നമ്മൾ കളിക്കുന്ന എല്ലാ ഗെയിമിനും ബഗ്ഗാണ്. അതുകൊണ്ട് എനിക്ക് നേരെ കളിക്കാൻ പറ്റില്ല. എന്തൊരു ദുരന്താണല്ലേ. ഞാൻ ഹീറോയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീ ഫയർ. നിങ്ങൾ പറയണ എന്നെ ബോട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നവർ. ഓക്കെ, ഞാൻ നൂബെന്നല്ല. എൻ്റെ ഫോണ് പ്രോബ്ലം ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പ്രോ പ്ലെയർ. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഓക്കെ, നമ്മുടെ ടീച്ചറോ ടി വി ഇപ്പോൾ ഓടുന്നല്ലോ. എന്തര് അപ്പോൾ നമുക്ക് ടി വി കട്ടിന്ന് വരുമോ? അറിയില്ല. നമ്മൾ കുറേ നേരമായി ടീച്ചർ അതിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ അല്ലാത്ത നമുക്ക് എന്തായാലും മണി അടിച്ച് നോക്കാം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വരും. ഓക്കെ, ബെല്ല് സോറി ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അയ്യോ ഇന്നലെ ടീച്ചർ വരുന്നില്ലേ? നമ്മൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല സൗണ്ട് ഉണ്ട് ആ സാധനം, ആ ഒരു ബെല്ല്.
1 2 3 4 വയസ്സൊക്കെ നമ്മൾ ബെല്ലടിച്ചിട്ട് ടീച്ചർക്ക് ചെവി കേൾക്കുള്ള ഗൈസ്. എന്തൊരു ടീച്ചറാണിത്. വേറെ അതിനൊക്കെ ചെവി കേൾക്കുമല്ലോ, ചെവി കേൾക്കില്ലേ തോന്നുന്നു. അതിൻ്റെ മുടി നോക്ക്, മുടിയൊക്കെ വളഞ്ഞിട്ട് ചെവി കേൾക്കില്ല ഗൈസ്. ഇനി എന്താ ടീച്ചർ, എന്നിട്ടാണ് പിള്ളേരെയൊക്കെ ചീത്ത പറയുന്നത്. നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞു ടീച്ചർ. നമ്മളെന്തായാലും ആ സാധനം ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് എന്താ ലാഗാണോ ബഗ്ഗാണോ നമുക്കറിയില്ല, ഗെയിമിൻ്റെ പ്രോബ്ലം ആണെന്ന് നമുക്കറിയില്ല ഗൈസ്. ഓക്കെ, ഭയങ്കര ദുരന്തമാണ് ഗൈസ്. ഓക്കെ, ടീച്ചർ അമ്മേ കാണാനില്ല. റൺ ബിഫോർ മിസ്റ്റേക്ക് ക്യാറ്റ്. നമ്മൾ കുറേ ഓടി ഗൈസ്. 2000 years later. അങ്ങനെ ഗൈസ് 200 years കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെ തന്നെ വന്നു. കാരണം ഞാൻ എത്ര നേരമാണ് വെയിറ്റ് ചെയ്യുക. ഈ ടീച്ചർ ഞാൻ അരമണിക്കൂർ ഈ ഗെയിമിൽ തന്നെ നിന്നിട്ടും 15 മിനിറ്റ് ഗെയിമിൽ തന്നെ നിന്നിട്ടും ഒന്നും ആയിട്ടില്ല. ഞാൻ ആ ടീച്ചർ നടക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് ചത്തിട്ട് പിന്നെയും പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ടീച്ചറിൻ്റെ ആ ബാത്റൂം കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ പോയി ചത്തതാണ് ഗൈസ്. ഓക്കെ, കാരണം നമ്മൾ എത്ര നേരം നിൽക്കുക ഗൈസ്. എന്തോ ഒരു ബഗ് അടിച്ചതാണ് തോന്നുന്നു കേട്ടോ എനിക്ക്. അത് നല്ല ബഗ്ഗാണ് അതടിച്ചത്. ഞാൻ 15 മിനിറ്റ് വെറുതെ പോയി. ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് എന്നിട്ട് ഞാൻ വീട്ടിൻ്റെ പുറത്തൊക്കെ പോയി നിന്നിട്ടും ആവില്ല. എന്തൊരു ദുരന്തമാണ് ആവോ. ഇനി നമുക്ക് വേഗം പോയിട്ട് ഇതാക്കണം. നമ്മുടെ അടുത്ത് പൈസയൊക്കെ കഴിയാറായി. എന്ത് ചെയ്യും, എന്ത് ആവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. ഓക്കെ, പൈസ കഴിയാറായി പറഞ്ഞു. ഫസ്റ്റ് തന്നെ സീസർ കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. നമുക്ക് എന്തായാലും ഈ ടീച്ചറിൻ്റെ റൂമിൽ പോകാതെ ഡ്രസ്സിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിരിക്കുകയാണ് ടീച്ചറിൻ്റെ റൂമാണ് പറഞ്ഞിട്ട്. നമുക്കെന്തായാലും വേഗം പോയി മുറിച്ചിടാം. ഒക്കെ ഇതൊക്കെ നമ്മൾ റൺ ചെയ്തിട്ടും അതൊന്നും ആവണില്ലല്ലോ. ടീച്ചർ ഇപ്പോൾ കിച്ചണിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ടീച്ചർ കിച്ചണിൽ വരണമെന്നൊന്നും അറിയില്ല. ടീച്ചറമ്മേ വരണ്ട കേട്ടോ, കിച്ചണിൽ തന്നെ കുക്ക് ചെയ്തുകൊണ്ട് ഇരുന്നോളി, തിന്ന് നിങ്ങൾ. ഓക്കെ, നമുക്ക് ടീച്ചറിനെ ഒന്നും കാണാനില്ല. ടീച്ചർ എന്തായാലും കിച്ചണിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എവിടെ ഇറങ്ങി നമുക്ക് ടീച്ചറിനെ കണ്ടില്ല. നമുക്കെന്തായാലും വേഗം പുറത്തേക്ക് പോവാം. ടീച്ചർ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് അല്ലേ. ടീച്ചർ മുകളിൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ടീച്ചർ അവിടേക്ക് പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അവിടെ തന്നെ നിൽക്കാം. ടീച്ചറിനെ അങ്ങോട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, എവിടെ ടീച്ചറമ്മേ വേഗം. ടീച്ചറിൻ്റെ മുറിയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാണ്. എന്താ ടീച്ചറേ നെറ്റിപ്പോയോ? കരയൂ. ഞങ്ങളെയൊക്കെ കരയിപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അല്ല പിന്നെ എന്താ ടീച്ചർ, നമ്മളങ്ങനെ തുള്ളി കളിക്കുന്ന ടീച്ചറമ്മ വായി നോക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇത് ലാസ്റ്റത്തെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിനി ഒന്നും കൂടിയാണ് ടീച്ചറിനെ ഇതാക്കാൻ പോണേ. ടീച്ചർ എന്താണ് ഓക്കെ, ടീച്ചർ ഇങ്ങനെ ചായ കുടിച്ചിട്ട് സോഫയിൽ ഇരിക്കണം. അപ്പം നമ്മൾ ആ സോഫയിൽ ഇരിക്കുന്നത് മുടിപ്പിക്കണം. അതിനായിട്ട് നമ്മൾ സോഫയിൽ നമ്മളൊരു പിന്നി വെക്കണം. അപ്പോൾ ടീച്ചർ ഇരിക്കുമ്പോൾ ടീച്ചറുടെ മൂഡ് സബാഷാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. നമുക്കെന്തെങ്കിലും വേഗം പോയി പിന്നും നമുക്ക് ഷോപ്പിലുണ്ട്. അപ്പം നമുക്കത് വാങ്ങിച്ചിട്ട് ഇതാക്കാമെന്നാണ് എൻ്റെ ഇത് കേട്ടോ. പിന്നെ ഷോപ്പിലുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഷോപ്പിലുണ്ട്. സോഫ നമ്മുടെ ഉമ്മർ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ സിമ്പിളാണ്. അപ്പം എന്തായാലും ടീച്ചറിൻ്റെ വലിയ വീടാണ്, ഒറ്റ ആളേ ഉള്ളൂ. എന്നിട്ട് ഇത്ര വലിയ വീടൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പിള്ളേരിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ടോർച്ചർ റൂമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിള്ളേരിനെയൊക്കെ കൊല്ലാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് ചായയിൽ ഉപ്പിടാൻ പറ്റുമോ? ചായയിൽ ഉപ്പിടാൻ പറ്റും? ഇല്ല, ഉപ്പ് എടുക്കാനും പറ്റും. നമുക്ക് പിന്നെ വാങ്ങാം വേഗം. ടീച്ചർ TV കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് ടീച്ചർ ഇട്ടാ. നമ്മുടെ തൊട്ടടുത്തതിലുണ്ട് ഇതാ പിന്നെ ഇവിടേക്ക്. എത്രയല്ലേ ഉള്ളൂ ഗൈസ് കവർ. അയ്യോ, പിന്നെ നമ്മൾ അവിടെ വെച്ചു. പിന്നെന്താണ് കവർ അപ്പ് പിൻ ഹൈഡിറ്റാ അന്തരി. പിന്നെ നമ്മൾ അവിടെ വെച്ചു, അത്ര എനിക്കറിഞ്ഞുള്ളൂ കേട്ടോ. നമുക്ക് വേറൊന്നും അറിയില്ല. കവർ ചെയ്യാനുള്ള സാധനമൊന്നും ഞാൻ അവിടെ കണ്ടില്ലല്ലോ. എന്താണിത്? ടീച്ചർ എന്നാൽ നടന്ന് പോകണ്ട്. പിന്നെ കുത്തി കയറും. എന്താ ടീച്ചർ പിന്നെടുത്ത 2 പിന്നുണ്ടാ? ഉണ്ട് ടീച്ചർ ഓർക്കണേ. എന്ത് ഗൈസ്? 5 എന്ത്? എനിക്ക് തോന്നുന്നു പിന്നെ കവർ ചെയ്യണം. പക്ഷെ പിന്നെ കവർ ചെയ്യണ സാധനം എവിടെ? അതെന്തൊരു ദുരന്തമാടേ ഇത്. പ്ലീസ് നമ്മൾ പിന്നെ അപ്പം കഷ്ടപ്പെട്ട് ഇനി നമുക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് 50 കോയിനുള്ളൂ. ഇനി എന്ത് ചെയ്യാനാണ്? പിന്നെ ഇരിക്കുന്നു. നമുക്കിനി പിന്നെ തേടി വീട്ടിൽ നിന്ന് വലിയ വീടല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ പിന്നെ കണ്ടുപിടിക്കണം. ഇനി അത് കവർ ചെയ്യാനുള്ള സാധനം ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. എന്തൊരു ദുരന്തമാണ്. പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. ഇനി നോക്കിയോ, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല ഗൈസ്. എന്തൊരു ദുരന്തമാണ് ഗൈസ്. നമുക്കെന്നാലും വേഗം പോവാം. ഇനിയിപ്പോൾ പിന്നെ വാങ്ങിച്ചോ. ഇനി പിന്നെ ഏത് വന്തമന്തിനുള്ളിൽ കൊണ്ടാക്കാൻ ടീച്ചർ വെച്ചിരിക്കണ്. ടീച്ചർ ഭയങ്കര ഹൈറ്റ് ടീച്ചറാണ്. ഒച്ച കഴിയുമ്പോൾ നമ്മളെ കണ്ടാ എന്താ പറയുക ഉസൈൻ ബോൾട്ടിന് കടത്തി പൊട്ടിക്കും ടീച്ചർ. ടിപ്പിൾ TV കൊണ്ട് ഇടിക്കുക ടീച്ചർക്ക്. കേട്ടോ ടീച്ചർ ഹൊററിൻ്റെ പ്രാന്താണ് തോന്നി. ഇനി
അയ്യോ ഇതെന്താ ചെയ്യണ്ടാവോ. നമുക്കെന്നാലും പിന്നെ ഇതുവരെ കിട്ടിയിട്ട് ഇനി പിന്നെ ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഗൈസ്. പിന്നൊക്കെ ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കാനാണ്. ഇതെന്താ ഇതാരുടെ റൂമാണെന്നൊന്നും അറിയില്ല. കണ്ട ക്രോബാറൊക്കെ ഉണ്ട്. ക്രോബാർ വെച്ചിട്ട് ടീച്ചർ ബെഡിൽ വെച്ചാൽ കുത്തി കയറില്ലേ ആവോ ഗൈസ്. പിന്നെ തന്നെ വേണമെന്നാണ് പറയണത്. ഇതാണ് അതന്നെ അടുക്കള. ഓക്കെ അടുക്കള ടീച്ചർ ഇത് കൂടിയാണ് നേരത്തെ വന്നത്. നമുക്ക് ഇവിടെയൊക്കെ ടീച്ചർ കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ പറക്കുന്നുണ്ട് പിന്നിന് വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി തേടിയിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരസ്യം കണ്ടിട്ട് പിന്നെ വാങ്ങാം. അതായിരിക്കും നല്ലത് തോന്നുന്നു കേട്ടോ. അത് കണ്ടോ ഈ ടോർച്ചർ റൂമൊക്കെ ടീച്ചറിന് കണ്ടോ പിള്ളേരെയൊക്കെ ഇതാക്കാനുള്ള റൂമൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ടീച്ചർ ഭയങ്കര എന്താ പറയുക ഒരു പൊട്ട ടീച്ചറാണ്. കാരണം പിള്ളേരെയൊക്കെ കൊല്ലാണ്. ഇതൊരു പെൺപിള്ളയല്ലേ ഗൈസ്. ഇത് ബുദ്ധിയില്ലാത്ത ടീച്ചറാണ് കേട്ടത്. അതാ ടീച്ചർ പോകുന്നുണ്ട്. നമുക്കെന്തായാലും പിന്നെ ഇനിയിപ്പോൾ എവിടെയോ കൊണ്ട് വെച്ചിരിക്കണ അറിയില്ല. നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ അത് പിന്നില്ലേ ഗൈസ്. ഓക്കെ പിന്നെ കിട്ടി സെറ്റ് പിന്നെ കിട്ടി. ഓക്കെ ഇനി നമ്മൾ അടുത്ത ഗെയിമിൽ വാങ്ങാൻ പാടില്ല ഒന്നും. ഇനി ഇവിടെ ഇനി എന്താ ചെയ്യണ്ട്. ഓക്കെ ഇവിടെ വെക്കേ. ഓക്കെ ഇനി കവർ എന്തുകൊണ്ട് കവർ ചെയ്യാനാണോ ഇതാ എടുത്തു വെക്കുക. ഇതും കൊണ്ട് കവർ. ഇവിടെ എന്തോ ഒരു ബ്ലാങ്കറ്റ് പോലെ ഉണ്ട്. അതെടുക്കണോ? അതന്നെ ഇത് വെച്ച് കവർ ചെയ്യാനായിരിക്കും. അതന്നെ ഗൈസ്. എൻ്റെ അമ്മോ ഞാനിത് അറിയാണ്ട് ഞാൻ വേഗം പിന്നെ അവിടെ വെച്ച് വന്നാലോ. ടീച്ചർക്ക് ബുദ്ധിയുണ്ട് അല്ലേ. ഓക്കെ സെറ്റ്. ഇതുവരെ ലൈക്ക് ചെയ്യാനാണ് വീഡിയോ കാണാനല്ലേ. എല്ലാം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇനി പാർട്ട് 2 ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് വിടാം. ഓക്കെ ടീച്ചറമ്മ പെട്ടു. ടീച്ചറമ്മൻ്റെ മൂഡ് ഫുള്ള് പോകും ഗൈസ്. ഒക്കെ നമുക്കൊന്ന് ഒരു പിന്നാണ്. അതും 1.5 ഇഞ്ച് നീളമുണ്ട് ഗൈസ്. ആ പിന്ന് കണ്ടാവും എത്ര നീളമുണ്ട്. അത് 10-15 സെൻറ്റിമീറ്റർ ഉണ്ടാവും. എനിക്കറിയില്ല. 10-15 സെൻറ്റിമീറ്റർ അല്ല 1 മീറ്ററൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എത്രയും ഉണ്ടാവും ഗൈസ്. ഒക്കെ നിങ്ങൾ ആ പിന്നിൻ്റെ ടീച്ചർ എന്താ ടീച്ചറെ മൊടയാണോ?